ശങ്കുറ്റി ദാസ്, ഇവിടെ ആനന്ദ് കൊച്ചുകുടിയുടെ നിരീക്ഷണത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, ഇന്ന് സുരേന്ദ്രൻ പറയുന്നത് ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്നാണ്. പക്ഷേ ഇതേ നേതാവിന് വേണ്ടിയാണല്ലോ താങ്കളും പോയിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അദ്ദേഹം പോകരുത് പാർട്ടിയിൽ നിന്ന്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാം എന്ന് അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് ആവശ്യപ്പെട്ടതും പാർട്ടിയിൽ നിലനിർത്തുവാനായിട്ട് പരമാവധി ശ്രമിച്ചതും. ശ്രീ മഞ്ജുഷ്, ഞാൻ പോയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം വരെ നമുക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാൾ, ആശയപരമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ നമ്മളോട് യാതൊരു വിരോധമോ എതിർപ്പോ ഇല്ലാത്ത ആൾ, സംഘടനയോടോ സംഘടനയുടെ ദേശീയ നേതൃത്വത്തോടോ വിയോജിപ്പില്ലാത്ത ആൾ, സംസ്ഥാന നേതൃത്വത്തോട് പോലും പരസ്യമായിട്ടുള്ള വിയോജിപ്പില്ലാത്ത ആൾ, ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയ നീരസം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനും തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സംഘടന ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് സംസാരിച്ച കാര്യങ്ങൾ എന്താണ്, അന്ന് ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുള്ള ചർച്ച എന്താണ്, അതൊന്നും ഇപ്പം പറയുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അന്നത്തെ ഒരു സൗഹൃദത്തിലും അന്നത്തെ ഒരു ബന്ധത്തിലും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കെ സുരേന്ദ്രന്റെ നിരീക്ഷണം വളരെ ശരിയാണ് എന്നുള്ളതാണ് എൻ്റെയും ഒരു ബോധ്യം. സന്ദീപിന്റെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരിടുകയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ വലിയ നിലയിലെത്താനും വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കാനും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത് ഉയരാനും ഒക്കെ സാധിക്കട്ടെ. പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ചോദ്യമെങ്കിൽ ഈ തീരുമാനം പാലക്കാട് തെരഞ്ഞെടുപ്പിന് ഒരു നിലയ്ക്കും ബാധിക്കുകയില്ല. BJP വിജയം ഉറപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. അതിൽ എന്തൊക്കെ സംഭവിച്ചാലും, നേതാക്കന്മാർ എന്തൊക്കെ സംഭവിച്ചാലും, താഴെത്തട്ടിലുള്ള അണികൾ ഈ പാർട്ടി ഇത്തവണ ജയിപ്പിക്കണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി, ഉറച്ച ബോധ്യത്തോടു കൂടി വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 180 ബൂത്തുകളിലും എണ്ണയിട്ട യന്ത്രം പോലെ BJPയുടെ മിഷനറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലെയുള്ള ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ വലിയ സ്വാധീനമുള്ള ആരെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ഗ്രൗണ്ടിലെ വർക്കറെയോ സാധാരണ മനുഷ്യരെയോ ബാധിക്കുന്നതല്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഒരു നിലയ്ക്കും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം സ്വാധീനിക്കില്ല. ശ്രീ ശങ്കുറ്റി ദാസ്, പക്ഷേ ഈ സന്ദീപ് വാര്യർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ കോൺഗ്രസ് ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ CPM BJP ഡീലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം പൊതുസമൂഹത്തെ കൂടുതൽ വ്യക്തമായിട്ട് അറിയിക്കുക എന്നുള്ളത്. അതിന്ന് സന്ദീപ് വാര്യർ പറയുകയും ചെയ്തു. അവിടെ ഈ കൊടകരയും കരുവന്നൂരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇത് അദ്ദേഹം പറയുന്നു. താൻ പാർട്ടിയിൽ ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിൽ താൻ ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു, അതാണ് താൻ ചെയ്ത കുറ്റം. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഡീലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ താൻ ഇല്ലാതെ വന്നത് തന്റെ കുറ്റമായി മാറുകയായിരുന്നു. അവിടെ സുരേന്ദ്രനെ ഉന്നം വെക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പാർട്ടിയിൽ ഉള്ള പല രഹസ്യങ്ങളും സന്ദീപ് വാര്യർക്ക് അറിയാം. പാർട്ടിയിൽ തിരുത്തലുകൾക്ക് ശ്രമിച്ച ഒരു തിരുത്തൽവാദിയായിട്ട് അദ്ദേഹം സ്വയം അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ ഈ CPM BJP ഡീൽ അത് ആരോപിക്കാൻ പറ്റിയ ഏറ്റവും ഉതകുന്ന ഒരാൾ എന്നൊരു ഇമേജ് കോൺഗ്രസിനും കിട്ടുകയാണ്. കോൺഗ്രസിന്റെ ആവശ്യവും അതായിരുന്നു. അത് തന്ത്രപരമായിട്ട് അവർ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഒരു ആയുധം കൂടിയാണല്ലോ. നോക്കൂ, അതൊക്കെ ഇപ്പൊ സന്ദീപ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളല്ല. ഇത്രയും കാലം സന്ദീപിന് അങ്ങനത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ലല്ലോ. സന്ദീപ്, ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ ആദ്യം സന്ദീപ്, എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് ഇടുന്നത് ഈ 3-ാം തീയതിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 13 ദിവസങ്ങൾ കഴിഞ്ഞു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നീരസത്തോടു കൂടി മാറിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ട് ഒരു 20 ദിവസത്തോളമായിട്ട് സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് നേതൃത്വത്തോടെ അകന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്തൊന്നും സന്ദീപ് വാര്യർക്ക് BJPയോട് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോ അമിത്ഷായോ യോഗി ആദിത്യനാഥോ ഉൾപ്പെടുന്ന ദേശീയ നേതൃത്വത്തോട് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. BJPയെ നയിക്കുന്ന സംഘം, രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന RSSനെ പറ്റിയിട്ടോ അതിന്റെ പ്രത്യയശാസ്ത്രത്തെ പറ്റിയിട്ടോ അവർക്ക് ഏകാധിപത്യത്തോടുള്ള എതിർപ്പ് എന്ന് അദ്ദേഹം തുടക്കം മുതൽ തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു. അതാണ് അദ്ദേഹം പുറത്തേക്ക് പ്രകടിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP വിട്ടു പോകുമ്പോൾ BJPയുടെ നയങ്ങളെയും പ്രത്യയശാസ്ത്രത്തെയും അദ്ദേഹത്തിന് എതിർത്ത് പറയണം. അതിൽ RSSന്റെ പ്രത്യയശാസ്ത്രവും ഉൾപ്പെടും. അത് അദ്ദേഹത്തിന് എതിർത്ത് പറയണം. അത് അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള എതിർപ്പ് എന്ന് പറയുന്നത് സുരേന്ദ്രനും സംഘവും എന്നുള്ള കാര്യമാണ്.
അതുപോലും അദ്ദേഹം രണ്ടാമത്തെ ഘട്ടത്തിലാണ് പറഞ്ഞത്. സന്ദീപ് വാര്യരുടെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമാണ്. സി കൃഷ്ണകുമാറും ഒരു സംഘവും പാലക്കാട് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ട് പോലും എനിക്ക് വേദിയിൽ ഇടം തന്നില്ല. കെ സുരേന്ദ്രനെതിരെ എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല, അദ്ദേഹം എന്നെ എല്ലാ കാലത്തും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ആ സമയത്ത് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ആ രീതിയിൽ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു തിരിച്ചു വിളിക്കലോ ആ രീതിയിലുള്ള ഒരു ഇടപെടലോ ഒന്നും ഉണ്ടാവുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം കെ സുരേന്ദ്രനെതിരെയും പറയുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിക്കെതിരെ പറയുന്നില്ല. ഇപ്പൊ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു കൊടകരയും കരുവന്നൂരും കൂടി ഡീലുണ്ട്, CPM-ഉം BJP-യും തമ്മിൽ ഡീലാണ്. ഇദ്ദേഹം CPM-ലേക്കാണ് പോയിരുന്നെങ്കിൽ അദ്ദേഹം ഇതല്ലല്ലോ പറയാം. അദ്ദേഹം അവിടേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നല്ലോ. അതായത് അദ്ദേഹം BJP വിടാൻ ഉദ്ദേശിച്ചതിന് ശേഷം മറ്റെവിടേക്കാണ് പോകേണ്ടതെന്ന് അദ്ദേഹം ആലോചിച്ചു. രണ്ട് കൂട്ടരും കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അദ്ദേഹം വേ ചെയ്തു. അതിൽ ഇപ്പോൾ AK ബാലനാണ് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള സഖാവായി മാറും സന്ദീപ് എന്ന്. MP രാജേഷ് സന്ദീപുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ പാലക്കാടുള്ള ജില്ലാ ഘടകമൊക്കെ സന്ദീപ് വാര്യർ ഞങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത്. കോൺഗ്രസ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓഫർ കൊടുത്തു. CPM കൊടുത്തതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഓഫർ. അത് ഏതാണ്? പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM-ന് പിന്നീട് താല്പര്യക്കുറവുണ്ടായി എന്നാണ്. CPM-ന് താല്പര്യക്കുറവുണ്ടായി. ശ്രീ N. ശ്രീകുമാർ